ഓം ശാന്തി. ഭ്രുകുടി മധ്യത്തിൽ വിരാജമാനായ ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാവാണ്. 5 തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ഈ ദേഹത്തിലാണെങ്കിലും ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. ദേഹഭാനത്തിൽ നിന്നും വേറിട്ട് ഞാൻ ദേഹി അഭിമാനിയാകുന്നു. ഏതുപോലെ ശിവബാബ സദാ വിദേഹിയാണ്, ബ്രഹ്മബാബയും സദാ ദേഹബോധത്തിൽ നിന്നും വിട്ട് ദേഹി അഭിമാനിയായിരിക്കുന്നു. അതുപോലെ ഞാൻ ആത്മാവും ദേഹി അഭിമാനിയായിരിക്കുന്നു. ശിവബാബ ഉയർന്നതിലും ഉയർന്ന പരമാത്മാവാണ്, സുപ്രീമാണ്, സർവശക്തിവാനാണ്. എന്നാലും എത്രയും നിരഹങ്കാരിയാണ്. ബ്രഹ്മബാബയും അതേപോലെ നിരഹങ്കാരിയാണ്. കുട്ടികളെ മുന്നിൽ വെക്കുന്നു, കാര്യം ബാപ്പുദാദ ചെയ്യുന്നു. എന്നാൽ പേര് മക്കളുടേതാക്കുന്നു. അതിമധുരമായ ബാബ, അങ്ങയുടെ സമാനം എനിക്കും നിരഹങ്കാരിയാകണം. അങ്ങ് പാഠം പഠിപ്പിച്ചു, മറ്റുള്ളവരെ മുന്നിൽ നിർത്തി. എന്നാൽ സ്വയം മുന്നോട്ടു പോകാം. ബാബ, ഞാൻ ഏത് സേവ ചെയ്യുന്നുവോ എല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു. ബാബയുടെ ചുവടിൽ ചുവട് വെച്ച് ഞാൻ ബാബയെ ഫോളോ ചെയ്യുന്നു. ഞാൻ ആത്മാ ഈ പഴയ ലോകത്തിൻ്റെ സങ്കല്പത്തെ പോലും സദാകാലത്തേക്ക് മറക്കുന്നു. സാകാര ബാബയെ സാകാര രൂപത്തിലും അവ്യക്ത അനുഭവമുണ്ടായിരുന്നു. അതുപോലെ ദേഹത്തിൽ നിന്നും ഉപരാമമായി ഞാൻ സാക്ഷി ദ്രഷ്ടാവാകുന്നു. എൻ്റെ ബുദ്ധിയിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ഇതെൻ്റെ സംസ്കാരമാണ്, ഈ എൻ്റേതെന്നതിൽ നിന്നും ഉപരാമമായിരിക്കുന്നു. ഞാൻ ബാപ്പ് സമാനമാകുന്നു. എവിടെയൊക്കെ ഞാൻ എന്ന ശബ്ദം വരുന്നുവോ അവിടെ ബാപ്പ് ദാദയെ ഓർമ്മിക്കുന്നു. തീർത്തും ഉപരാമമായിരിക്കുന്നു. പ്ലെയിൻ ബുദ്ധി, സങ്കല്പം, വാണി, കർമ്മം, സംബന്ധം. പിന്നെ സർവീസിലും പരിധിയില്ലാത്ത സ്ഥിതി, ബാപ്പ് സമാന സ്ഥിതി ഉണ്ടാകുന്നു. സാക്ഷാത് ബാപ്പ് സമാനമായി ശുദ്ധവൃത്തി ദൃഷ്ടിയിലൂടെ ആരുടെയും ദൃഷ്ടിവൃത്തി പരിവർത്തനം ചെയ്യാൻ സാധിക്കുന്നു. ആരുടെയും സംസ്കാരത്തെ മാറ്റാൻ സാധിക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത സേവാധാരി, ബാപ്പ് സമാനം സുഖദാതാവായി സർവർക്കും പരിധിയില്ലാത്ത സുഖം നൽകുന്നു. ബാബയ്ക്ക് സമാനമാകുന്നതിനായി ഞാൻ ആത്മാഭിമാനിയായിരിക്കുന്നതിൻ്റെ സ്വഭാവം സ്വാഭാവികമാക്കുന്നു, നാച്ചുറലാക്കുന്നു. ബാപ്പുദാദ പുതുവർഷത്തിൽ 3 അഭിനന്ദനങ്ങൾ നൽകുന്നു.
ഒന്ന് പുതിയ ജീവിതത്തിൻ്റേത്, പിന്നെ പുതിയ യുഗത്തിൻ്റെ. മൂന്നാമത്തേത് കുടുംബത്തെയും ബാബയെയും കണ്ടുമുട്ടിയതിന് അഭിനന്ദനങ്ങൾ നൽകുന്നു. ബാപ്പദാദ പഴയ സ്വഭാവ സംസ്കാരങ്ങൾക്ക് വിട നൽകി നേട്ടങ്ങൾ മാത്രമുള്ള പുതിയ ലോകത്തേക്ക് പോകാനുള്ള സമ്മാനങ്ങൾ നൽകുന്നു. പുതിയ വർഷത്തിൽ സ്വർണിമ ലോകത്തിൻ്റെ സമ്മാനം നൽകുന്നു. ഞാൻ ഗുണങ്ങളുടെയും ശക്തികളുടെയും ഖജനാവുകൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്ത് അവരുടെ ജീവിതവും പരിവർത്തനമാക്കുന്നു. അവിനാശിയായ പിതാവിൽ നിന്നും അവിനാശിയായ അവകാശത്തിന് അധികാരിയാകൂ എന്ന സന്ദേശം എല്ലാവർക്കും നൽകുന്നു. ഇപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യമാണ് ബാബയ്ക്ക് സമാനമാകുക എന്നത്. ഉയർന്ന ലക്ഷ്യം പോലെ ലക്ഷണം മുഖത്തും പെരുമാറ്റത്തിലും ദൃശ്യമാകണം. ആത്മാഭിമാനിയാകുന്നതിൻ്റെ സ്വഭാവം സ്വാഭാവികമാകണം. ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഉള്ള കർത്തവ്യം എന്ത് തന്നെയായാലും ഞാൻ ചെയ്യുന്നവനാണ്, ട്രസ്റ്റിയാണ്, ചെയ്യിപ്പിക്കുന്നത് ബാബയാണ്. ലക്ഷ്യവും ലക്ഷണവും സമാനമാക്കുന്നു. ഞാൻ വളരെ കാലം പരിശീലിച്ച് വളരെ കാലത്തിൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തി ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ കൂടുതൽ സമയമാണ് ഭാവിയുടെ അടിത്തറ. ബാപ്പദാദ സമാനത്തിൻ്റെ വലിയ മാല നൽകിയിരിക്കുന്നു. ഇത് സംഗമയുഗത്തിലെ ദാനമാണ്. സമാനത്തിൻ്റെ ഖജനാവ് പോലെ ഓരോ ഗുണവും ശക്തിയും ഉപയോഗിക്കുന്നു. പുതുവർഷത്തിൽ ബാബയുടെ സങ്കല്പമാണ് ഓരോ കുട്ടിയും വർഷത്തോട് വിട പറയുന്നത് പോലെ മായയോടും വിട പറയണം. വ്യർത്ഥ ചിന്തകളോട് വിട പറയണം. വ്യർത്ഥ ചിന്തകൾ ബാബയ്ക്ക് സമാനമാകുന്നതിന് ദൂരം കൂട്ടുന്നു. ഞാൻ ബാബ നൽകിയിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സേവനത്തിലും പുരുഷാർത്ഥത്തിലും സഫലത പ്രാപ്തമാക്കുന്ന ഡബിൾ കിരീടധാരിയാകുന്നു. ഒന്ന് പ്രകാശത്തിൻ്റെ അഥവാ പവിത്രതയുടെ കിരീടം, രണ്ടാമത്തേത് ഉത്തരവാദിത്വങ്ങളുടെ കിരീടം. ഡബിൾ കിരീടം ധാരണ ചെയ്യുന്നതിൽ ഡബിൾ ശക്തി സദാ നിലനിൽക്കുന്നു. ഡബിൾ ശക്തിയുള്ളവർ ശക്തിശാലിയായിരിക്കും. അവർക്ക് സേവനത്തിലും പുരുഷാർത്ഥത്തിലും സഫലത പ്രാപ്തമാകുന്നു. ദിവ്യ ഗുണങ്ങളുടെ ആധാരത്തിൽ മനസ്സും വാക്കുകളും പ്രവൃത്തിയും ചെയ്യുന്നതാണ് ദിവ്യത. ഓം ശാന്തി.